10 ദിവസത്തിനകത്ത് മാത്രം പ്രായമുള്ള ചെറിയ കോഴിക്കുഞ്ഞാണ് കേട്ടോ. കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ റഹ്മാനിയ ഹോട്ടലിലെ കേത്തൽ ചിക്കനാണ്. ഇവിടെ ഇതൊരു കോഴി ഫാമാണ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് 3 ഏക്കർ സ്ഥലത്ത് ഇതുപോലെ 7500 കോഴികളെ വിടാൻ പറ്റുന്ന രീതിയിൽ ഷെഡുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള, അതായത് ഓണറിന് താമസിക്കാനുള്ള 2 ബെഡ്റൂം, 2 ബാത്റൂം, ഹാള്, കിച്ചൺ അങ്ങനെ വരുന്ന വലിയൊരു വീടുണ്ട്. പണിക്കാർക്ക് താമസിക്കാൻ സെപ്പറേറ്റ് സ്ഥലമുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് മീനൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മീൻ കുളങ്ങളുണ്ട്. പോത്ത് വളർത്താനായിട്ടാണെങ്കിൽ അതിൻ്റെ സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്, അതായത് പേരൂക്കടയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഡ്രൈവിംഗ് ടൈമിൽ വന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. അപ്പോൾ തന്നെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. നെടുമങ്ങാടിനകത്ത് അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി. നെടുമങ്ങാട് പഴകുറ്റി ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ കൊല്ലങ്കാവ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. അവിടെ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴിയെ 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പല ആൾക്കാരുടെ ആഗ്രഹമാണ് കേട്ടോ, സിറ്റിയിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ട് ഇതുപോലുള്ള ഫാം ലാൻഡുകൾ സ്വന്തമാക്കുക എന്നുള്ളത്. ഇത് ശരിക്കും കരഭൂമിയാണ്, നമ്മൾ അതായത് പുരയിടമാണ്. നമുക്കിതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിലവിൽ ഇപ്പോൾ അതൊരു ഫാമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫാമൊക്കെ സാധാരണഗതിയിൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെയുള്ള പലവിധ ലൈസൻസുകൾ എടുക്കണം. അപ്പോൾ അതിന്ന് പുതുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള നൂലാമാലകൾ ഭയങ്കരമാണ് കേട്ടോ. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വീട് കാണാം. നിങ്ങളിപ്പോൾ ഓണറൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് താമസിക്കാം. അതിനുള്ള സൗകര്യമില്ല. ഇതിനകത്ത് AC അടക്കം സെറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. പണിക്കാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് വേറെ ചെറിയ റൂംസ് കാണാം. അവിടെയാണ് പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ആടിൻ്റെയൊക്കെ കൂടും ഇവിടെ കുറേ എണ്ണം ചെയ്തിട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ കൂടുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആടിനെ വളർത്താം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ കോഴിക്കൂടുകൾ നമുക്കിപ്പോൾ 7500 കോഴികളെ വളർത്താനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ മരമാണെന്നുണ്ടെങ്കിൽ റബ്ബറിൽ തന്നെ ഏറ്റവും മുന്തിയ ഇനമായിട്ടുള്ള 105 എന്ന് പറഞ്ഞ ഇനമാണ് നമുക്ക് ഈ റബ്ബർ നട്ടിട്ടുള്ളത്. 400ഓളം മരങ്ങൾ നമുക്ക് നിലവിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു ദിവസം ഏകദേശം 30 ഷീറ്റോളം കിട്ടുന്നുണ്ട്. ഈ ഷീറ്റ് അത്രയും അടിക്കാനുള്ള സൗകര്യം, അതിനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം പ്രോപ്പർട്ടിക്കകത്ത് തന്നെ അവൈലബിളുമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പോത്തൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 80,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്. ഇതുപോലെ ഈ സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ ഇതുപോലുള്ള ലൊക്കേഷനൊക്കെ കിട്ടുമ്പോൾ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.